ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പൻവേൽ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ബാക്കിൽ കാണാൻ നമ്മളിപ്പം ബോംബെയിലെ പൻവേൽ റെയിൽവേ സ്റ്റേഷനിൽ നേരെ പ്രയാഗ്രാജിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇപ്പോൾ പോകുന്ന ട്രെയിന് പ്രയാഗ്രാജിലേക്കല്ല പോകുന്നത്. ഈ ട്രെയിന് നേരെ ജബൽപൂരിൽ ചെന്ന് ഇറങ്ങുക ചെയ്യാം. നമ്മളെ ട്രെയിൻ 1 മണിക്കൂർ ലേറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഞാൻ നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരാം. പ്രയാഗ്രാജിലേക്ക് എങ്ങനെ പോകും, ഏത് ട്രെയിനിന് പോകുന്നെല്ലാം. നാട്ടിൽ നിന്ന് ഡയറക്റ്റ് പോകാൻ വേണ്ടി ട്രെയിനില്ല. 1 മണിക്കൂർ കാത്തിരുന്നു. ട്രെയിന് മെല്ലനെ വരുന്നുണ്ട്. അപ്പം ഈ വരുന്ന ട്രെയിനാണ് കോയമ്പത്തൂർ ജബൽപൂർ എക്സ്പ്രസ് സ്പെഷ്യൽ ട്രെയിൻ. ഇത് വീക്ക്ലി വൺസ് കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ട് ജബൽപൂരിൽ 2ാമത്തെ ദിവസം എത്തുന്ന ട്രെയിനായത്. സെക്കൻഡ് ഡേ അല്ല, തേർഡ് ഡേ മോർണിംഗിലെത്തുക. പഴയ കോച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സുഖസൗകര്യം കുറച്ച് കുറവാണ്. LBH കോച്ചിനെ അപേക്ഷിച്ച് നോക്കുമ്പം സുഖസൗകര്യം കുറച്ച് കുറവാണ്. ട്രെയിൻ 1 മണിക്കൂർ ലേറ്റായിട്ടാണ് വന്നത്. ഈ ട്രെയിന് ഡയറക്റ്റ് ഇവിടുന്ന് ജബൽപൂറാണ് പോവുക. ജബൽപൂറിൽ നിന്ന് നേരെ പ്രയാഗ്രാജിലേക്ക് പോകാനാണ് പ്ലാൻ. ഇപ്പം റിസർവേഷൻ ഉള്ളത് പ്രയാഗ്രാജ് ജബൽപൂർ വരെ ഇപ്പോൾ റിസർവേഷൻ ഇല്ലും. നല്ല തിരക്കാണ്. അപ്പം നമുക്കത് കയറാം. വണ്ടി പൻവേൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. 02197 കോയമ്പത്തൂർ ടു ജബൽപൂർ. S11 ആണ് കോച്ച്. ആള് തിരക്കാണ്, നല്ല തിരക്കാണ്. വണ്ടി പോകാനും വരാനും എല്ലാം തിരക്കാണ്. തിരിച്ചു പോകുന്ന ആൾക്കാരാണ് ഇത്. കോച്ചിലേക്ക് കയറാം, എന്നിട്ട് ബാക്കി വിശേഷങ്ങളെല്ലാം പറഞ്ഞുതരാം. പഴയ കോച്ചാണിത്, അതുകൊണ്ട് വലിയ സുഖം ഉണ്ടാവില്ല യാത്ര. വീക്ക്ലി വൺസ് ആയതുകൊണ്ട് റെയിൽവേസും അത്ര മൈൻഡ് ചെയ്യില്ല. പൈസ മാത്രം കിട്ടിയാൽ മതി. നല്ല തിരക്കാ. പ്രത്യേകിച്ച് ഇത് ഫെബ്രുവരി മാസം ആയതുകൊണ്ട് അങ്ങനെ തിരക്ക് വേണ്ടതല്ല. പക്ഷെ ഇപ്പം എല്ലാ ട്രെയിനും എല്ലാം തിരക്കാ. ട്രെയിന് എഴഞ്ഞിട്ടാ പോകുന്നത്. അടുത്ത പൻവേൽ വിട്ട് അടുത്ത കല്യാണാണ് സ്റ്റോപ്പ്. അപ്പോൾ വളരെ സ്ലോ ആ. 1 മണിക്കൂറിന്റെ മുകളിൽ ഇപ്പം ലേറ്റ് ഉണ്ട് ട്രെയിന്. ഇനി നമ്മള് ജബൽപൂർ എത്തുമ്പോൾ എത്ര സമയമാണെന്ന് അറിയില്ല. എന്തായാലും നോക്കാം, കാത്തിരിക്കാം. ഇന്നൊരു രാത്രി കഴിഞ്ഞാൽ രാവിലെ 9 മണിയാകുമ്പോൾ ജബൽപൂർ എത്തുക. അവിടുന്ന് ഇനി പ്രയാഗ്രാജിലേക്ക് കുംഭമേളക്കാണ് പോകുന്നത്. പ്രയാഗ്രാജിലേക്ക് ഇനി എത്ര മണിക്ക് എത്തും, ഏത് ട്രെയിന്, ഇതെല്ലാം കണ്ടറിയണം. ഏതായാലും വഴിയെ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. ഈ ട്രെയിൻ ഇപ്പോൾ ക്രോസിങ്ങിനെ നിർത്തിയിരിക്കുകയാണ്. ക്രോസിങ്ങിനെ നിർത്തി ട്രെയിൻ ഇപ്പോൾ എടുത്തു. ഏതായാലും വിശേഷങ്ങളെല്ലാം വഴിയെ പറഞ്ഞുതരാം. നമ്മളിപ്പം കല്യാൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുക. കല്യാൺ ജംഗ്ഷൻ. കൊങ്കൺ വഴി ഡൽഹിയിലേക്കെല്ലാം പോകുമ്പം ഒരു മെയിൻ ജംഗ്ഷനാണ് കല്യാൺ ജംഗ്ഷൻ. ബോംബെ സബർബ്സിലാണ് വരിക കല്യാൺ ജംഗ്ഷൻ. അപ്പം കല്യാൺ ജംഗ്ഷനിലേക്ക് കയറുകയെന്ന് സമയം 7:30 മണിയായി. വൈകുന്നേരം 7:30 മണി. കല്യാൺ ജംഗ്ഷൻ പ്ലാറ്റ്ഫോം നേരെ എൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്താ പ്ലാറ്റ്ഫോം. കല്യാണിലേക്കില്ല പ്ലാറ്റ്ഫോം. പൻവേലിൽ നല്ല തിരക്കായിരുന്നു ഈ വണ്ടി. ഇപ്പോൾ കല്യാണിൽ അങ്ങനെ വലിയ തിരക്ക് കാണുന്നില്ല. കല്യാൺ ജംഗ്ഷൻ. എന്തായാലും 1 മണിക്കൂർ ലേറ്റാ വണ്ടി. പ്രയാഗ്രാജിലേക്ക് പോവാണ്. കുംഭമേളക്കാണ് പോകുന്നത്. ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട്, പക്ഷെ ബോംബെയിൽ നിന്ന് ഡയറക്റ്റ് ട്രെയിനിലേക്ക് സീറ്റില്ല, ഫുള്ളാണ്. ഡബിൾ ഫുള്ളാണ് ഓടുന്നത് എല്ലാ ട്രെയിനും. അതുകൊണ്ട് നേരെ പകുതി വഴി മധ്യപ്രദേശിലെ ജബൽപൂരിൽ ചെന്ന് അവിടുന്ന് ഡേ ട്രെയിനിൽ നേരെ കുംഭമേളക്ക് പോവാനാണ് ഉദ്ദേശിക്കുന്നത്.
ജബൽപൂർ ടു പ്രയാഗ്രാജ് റെയിൽവേ സ്റ്റേഷൻ, കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജ് റെയിൽവേ സ്റ്റേഷനിലേക്ക് 6 മണിക്കൂർ യാത്രയാണ്. അപ്പം അവിടെ ചെന്നിട്ട് എങ്ങനെയാണ് ട്രെയിനിൻ്റെ തിരക്കും റെയിൽവേ സ്റ്റേഷനിലെ തിരക്കെല്ലാം അനുസരിച്ചിട്ട് ട്രെയിനിൽ പോവും, അല്ലെങ്കിൽ ബസ്സിന് പോകുന്നതായിരിക്കും. നാളെ രാവിലെ 8:45 9 മണിയാണ് റൈറ്റ് ടൈം ജബൽപൂരിലെത്തുന്നത്. ഇത് കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ട് 02197 വണ്ടി നമ്പർ കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ട് ജബൽപൂരിൽ എത്തുന്ന വണ്ടിയാണ്. കല്യാൺ റെയിൽവേ സ്റ്റേഷൻ വലിയ റെയിൽവേ സ്റ്റേഷനാണ്, നല്ല തിരക്കുവാന്ന്. ലോക്കലും ഈ പോകുന്ന നമ്മളെ എക്സ്പ്രസും കൂടെ ഡോറിന്റെ മുമ്പൊന്ന് മാറിക്കട്ടെ, തിരക്ക് പിടിയായിരിക്കും. ഞാൻ ഇല്ല കോച്ച് S11, ഏകദേശം S11 കഴിഞ്ഞാൽ പിന്നെ ജനറൽ കോച്ചാണ് ലാസ്റ്റ്. അത് കഴിഞ്ഞാൽ ലഗേജ് റൂം, അത് കഴിഞ്ഞ് ഗാർഡിന്റെ റൂം. അപ്പോൾ ഏകദേശം ലാസ്റ്റിലാണ് വന്ന് ഇരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് ഡയറക്ട് ട്രെയിൻ ഇല്ല, നാട്ടിൽ നിന്ന് ഡയറക്ട് ട്രെയിന് ഇല്ല. പ്രയാഗ്രാജിലേക്കും ഇല്ല, വാരാണസിയിലേക്കും എവിടെയും ഇല്ല. പിന്നെ ഒന്ന് പോകുന്നുണ്ട് പട്നയിലേക്ക്, എറണാകുളം പട്ന, ആഴ്ചയിൽ ഒരു ദിവസം ഇല്ല. അതെല്ലാം ഡയറക്ട് ട്രെയിൻ ഇല്ല. അതുകൊണ്ട് പ്രയാഗ്രാജിലേക്ക് കുംഭമേളക്കെല്ലാം പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് നാട്ടിൽ നിന്ന്. ബോംബെന്ന് ഡയറക്ട് ട്രെയിൻ ഉണ്ട്, പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ബീഹാറിലേക്കും UP-യിലേക്കെല്ലാം പോകുന്ന ട്രെയിന് ഏത് സമയവും നല്ല തിരക്കാണ്. നമ്മൾ 2 മാസം മുൻകൂട്ടി തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്താലേ നമുക്ക് ടിക്കറ്റ് കിട്ടേണ്ട എല്ലാ ചാൻസും ഇല്ലു. ഇല്ലെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഓടി തീരെ ശരിയാവില്ല. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പൊ നമ്മളീ പറഞ്ഞു വരുന്നത് ബ്രേക്ക് ചെയ്യേണ്ടി വരും ജേർണി. ഒന്നെങ്കിൽ നിങ്ങള് നാസിക്കിലോ നാഗ്പൂരോ ഭൂസാവലോ അങ്ങനെ ഏതെങ്കിലും സ്ഥലം, അല്ലെ ഝാൻസിയോ, അങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് വേറെ ഒരു ട്രെയിന് കയറി പ്രയാഗ്രാജിൽ എത്തേണ്ടി വരും. വാരാണസിയിലേക്കും ഇത് തന്നെയാണ് സ്ഥിതി. വാരണാസി പോകണമെങ്കിലും ഡയറക്റ്റ് ട്രെയിന് നാട്ടുന്നില്ല. അപ്പോ നിങ്ങൾ IRCTC വെബ്സൈറ്റ് നോക്കുക, ഏതാ ട്രെയിന്, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ പോകേണ്ടതെന്ന്. ഞാനിപ്പോ ഈ ട്രെയിന് പിടിച്ചതെന്ന് വെച്ചാൽ ഇത് ജബൽപൂർ വരെയാ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ജബൽപൂരിൽ നിന്ന് ഇനി വേറെ വണ്ടി മാറി കയറണം. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല. ഇതാണ് പ്രശ്നം. നമുക്ക് ടൈമിനെത്താൻ പറ്റിയെന്ന് വരില്ല. ഇതിന്റെ പിന്നാലെയുള്ള വണ്ടിക്ക് വേറെ ഏതെങ്കിലും നമ്മള് വിശ്വസിച്ച് ബുക്ക് ചെയ്യാനും പറ്റൂല. വണ്ടി ലേറ്റ് ആയി കഴിഞ്ഞാൽ പണി പാളി. അതുകൊണ്ട് ഞാൻ ബുക്ക് ചെയ്യലില്ല. നേരിട്ട് എത്തിക്കഴിഞ്ഞാൽ ആ സമയം നോക്കാം. എന്തായാലും പ്രയാഗ്രാജിലേക്ക് പോകുന്ന എല്ലാ ട്രെയിനുകളും, നോർത്തുനിന്ന് പോകുന്ന എല്ലാം നല്ല തിരക്കാന്ന് അറിഞ്ഞത്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. പ്രയാഗ്രാജിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഒരു വഴിയില്ല, നല്ല ടൈറ്റാണ്, ടിക്കറ്റ് ഇല്ലാന്ന് തന്നെ. ഇനി അവിടുന്ന് വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ മറ്റു അടുത്തുള്ള സ്റ്റേഷനുകളിൽ പോയിട്ട് വേണം യാത്ര തുടരാൻ വേണ്ടി. അപ്പം കാണാം നമുക്ക് വിശേഷങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഓരോന്നോരോന്നായിട്ട്. സ്റ്റേ ട്യൂൺ. ഇഗത്പുരി ജംഗ്ഷനിലെത്തി. നമ്മളേറ്റവും ഫ്രണ്ടിലായില്ല, ഏറ്റവും ഫ്രണ്ടില് ഫസ്റ്റ് എൻജിൻ, ജനറൽ കമ്പാർട്ട്മെന്റ്, 2 ജനറൽ കമ്പാർട്ട്മെന്റ്, പിന്നെ S11. ഇവിടെയും മെയിൻ വടാപ്പാവ് തന്നെയാണ്. 2 വടാപ്പാവിന്റെ സ്റ്റാള്. വടാപ്പാവ് തന്നെയാണ് മെയിന്. ഇവിടെ എല്ലാം വടാപ്പാവാണ്. ഇഗത്പുരി ജംഗ്ഷൻ. ചെറിയ തണുപ്പുണ്ട് ഇവിടെ ഇഗത്പുരി. ജനറൽ കോച്ചിൽ തിരക്കുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല, എല്ലാം സിറ്റിംഗ് ആണ് എല്ലാവരും. അങ്ങനെ വേറെ സ്റ്റാൻഡിങ് ആയിട്ടുള്ള തിരക്കൊന്നുമില്ല, ഇടിയും കുത്തൊന്നുമില്ല. ജബൽപൂർ വരെ പോകുന്ന ട്രെയിനാണ്. രാവിലെ എത്തും, അവിടെ ഹോൾട്ടാ. പിന്നെ ജബൽപൂർ ഈ ട്രെയിന്. ഇഗത്പുരി ജംഗ്ഷൻ സമയം 9 മണി. ട്രെയിൻ എന്തായാലും 1 മണിക്കൂർ ലേറ്റാണ് ഓടുന്നത്. ഇപ്പോൾ ഇനി രാത്രി മേക്കപ്പ് ചെയ്യുമെന്ന് തോന്നുന്നു. ചെയ്യേണ്ടതാണ്, 1 മണിക്കൂറിലല്ലോ. ഇവിടെ എല്ലാം വടാപ്പാവ് വടാപ്പാവ്
വടാപ്പാവ് വേറെ ഒന്നും തന്നെ കിട്ടാനില്ല. നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും മുമ്പിലായതുകൊണ്ട് കുടിക്കേണ്ട സ്റ്റോളോ വെള്ളമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ വടാപ്പാവ് മാത്രമേ ഉള്ളൂ. ചായ കിട്ടുകയാണെങ്കിൽ ഇഞ്ചിയിട്ട ചായ കിട്ടുക. അതെ, ചായ പറയുമ്പോഴേക്കും ഒരു ചായ വാല പോകുന്നുണ്ട്. ഇഞ്ചി ചായ കിട്ടുക. ഇഞ്ചി ചായ ഇഷ്ടമില്ലാക്ക് ഇഞ്ചി ചായ കുടിക്കാം. തണുപ്പ്, ചെറിയൊരു തണുപ്പുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ തണുപ്പ് കൂടും. ഇഗത്പുരി ജംഗ്ഷൻ. ഇഗത്പുരി മഹാരാഷ്ട്രയിലാണോ വരുന്നത് അല്ലെങ്കിൽ മധ്യപ്രദേശിലാണോ എന്നൊരു സംശയമുണ്ട്. മഹാരാഷ്ട്രയിലാണ് തോന്നുന്നു ഇഗത്പുരി. നാസിക് റോഡ്, നാസിക്കിലാണ് നമ്മളുള്ളത്. നാസിക്കിൽ മുന്തിരിയാണ് ഫേമസ്. വൈൻയാർഡ്സ് കുറേ ഉണ്ട് ഇവിടെ. മുന്തിരിത്തോട്ടം, മുന്തിരി കൃഷി, ഉണക്കമുന്തിരി. നമ്മളെ ട്രെയിന് പുറപ്പെടുന്ന ഹോൺ അടിച്ചു, സിഗ്നൽ കിട്ടി. അതുപോലെ നാസിക്കിൽ സുല വൈൻയാർഡ്സ്, നല്ല ഫേമസ് വൈൻയാർഡ് നാസിക്കില്. പുറപ്പെട്ട് സമയം 10 മണി. രാത്രിയായിട്ട് പിന്നെ പുറത്തെ കാഴ്ചകളൊന്നും കാണാനില്ല. ഏതായാലും ഉറങ്ങാൻ പോവാന്ന. ഉറങ്ങി എണീറ്റ് രാവിലെ തൊട്ട് നമുക്ക് മധ്യപ്രദേശ് കാഴ്ചകൾ കാണാം. നാളെ രാവിലെ അങ്ങ് ജബൽപൂരിലെത്തും. മധ്യപ്രദേശ് ജബൽപൂർ കാഴ്ചകൾ നമുക്ക് നാളെ കാണിക്കാം. അവിടുത്തെ എന്താണ് ഫുഡ് എന്ന് പറയുമ്പോൾ അവിടെ അധികം സമൂസ, കച്ചോറി, ചാട്ട്, റോട്ടി, ദാൽ, സബ്സി, ഇതെല്ലാം അവിടുത്തെ ഫുഡ്. അപ്പൊ ഫുഡ് ആൻഡ് സൈറ്റ് ജബൽപൂരിൽ നമുക്ക് നാളെ കാണാം. ഓക്കെ, അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് സീ യു ടുമോറോ. ഭുസാവൽ ജംഗ്ഷനിലില്ല. രാത്രി 1:45 മണിയായി. ആള് താഴെ കിടന്നുറങ്ങുന്നുണ്ട്. നല്ല തിരക്കായില്ലേ, നല്ല തിരക്കാ. ഭുസാവൽ ജംഗ്ഷനിൽ നല്ല തിരക്കാ. അതും ഈ 1:45, 1:50 സമയം ഈ തിരക്കുണ്ട്. നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനെ തിരക്ക് ഞാൻ കാണില്ല. ഇതൊരു മെയിൻ ജംഗ്ഷനാ, ഭുസാവൽ ജംഗ്ഷൻ. ഡൽഹിയിലേക്കെല്ലാം പോകുമ്പം മെയിൻ ജംഗ്ഷനായത്. എന്നാലും ഈ സമയം ഇങ്ങനെ തിരക്ക് വരാൻ കാര്യം എന്താണെന്നറിയില്ല. ട്രെയിനിൽ വലിയ തിരക്കൊന്നുമില്ല, ഒരു നോർമൽ തിരക്ക്. സീറ്റെല്ലാം ഫുള്ളാ. പക്ഷെ സ്റ്റേഷനിലൊക്കെ ഉണ്ടോ നല്ല തിരക്കാ. ആളിവിടെ ഒരു കെട്ട ആൾക്കാരിങ്ങനെ കിടന്നുറങ്ങുക. ഇറ്റാർസി ജംഗ്ഷൻ. അങ്ങനെ നമ്മള് ഇറ്റാർസി ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. രാവിലെ 7 മണി. രാവിലെ തന്നെ പൂരി ഭാജി, സമൂസ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഇല്ല. ഡൽഹി പോകുന്ന വണ്ടിയല്ലേ ഇറ്റാർസി ജംഗ്ഷൻ വഴിയെ പോവുക. ഇവിടെ നിന്നാണ് ഇനി തെറ്റിപ്പോവുക. നമ്മളങ്ങോട്ട് ജബൽപൂർ, മറ്റേ വണ്ടി ഡൽഹി ഭാഗത്തേക്ക്. ഇറ്റാർസി ജംഗ്ഷൻ രാവിലെ തന്നെ പൂരി ഭാജി.
അങ്ങനെ നമ്മൾ ജബൽപൂർ എത്തി. ഇതാണ് നമ്മൾ വന്ന ട്രെയിന്. ഏകദേശം 2 മണിക്കൂറോളം ലേറ്റാണ് വണ്ടി. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇനി പ്രയാഗ്രാജിലേക്ക് പോകണം, കുംഭമേളക്ക്. നോക്കണം ഇനി എത്ര മണിക്കാണ് ട്രെയിന് ഫ്രീക്വൻ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ആലോചിക്കും ട്രെയിനിന് പോകണോ അല്ലേ ബസ്സിന് പോകണമെന്ന്. അപ്പം കാത്തിരിക്കുക, ആലോചിച്ചിട്ട് തീരുമാനിച്ചിട്ട് ബാക്കി. നമ്മൾ വന്ന ട്രെയിന് ഇപ്പം ഇറങ്ങിയിട്ടേ ഇല്ലോ, അതുകൊണ്ട് നല്ല തിരക്കാണ്. ഓക്കെ, സീ യു ലേറ്റർ.